നമസ്കാരം. ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയുടെ വധവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത ഒരേ സമയം ഞെട്ടിപ്പിക്കുന്നതും അമ്പരപ്പിക്കുന്നതുമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തു വന്ന വാർത്തകളിൽ ഇസ്മായിൽ ഹനിയ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നും വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുമൊക്കെയാണ് നമ്മളെല്ലാം മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത അനുസരിച്ച് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് അയാൾ താമസിച്ചിരുന്ന കെട്ടിടത്തിനുള്ളിലെ മുറിയിൽ ബോംബ് പൊട്ടിത്തെറിച്ചാണ് എന്നാണ്. ന്യൂയോർക്ക് ടൈംസാണ് ഇത് സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ചാര സംഘടനയായ മൊസാദയുമായി വളരെ അടുത്ത് ബന്ധം പുലർത്തുന്ന ന്യൂയോർക്ക് ടൈംസിൻ്റെ ഒരു ലേഖനം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു എക്സ്ക്ലൂസീവ് വാർത്ത പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ നമ്മളെ അമ്പരപ്പിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഇസ്രായേലിൻ്റെ ചാര സംഘടനയായ മൊസാദ് എത്ര കൃത്യതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയായി മാറുകയാണ് ഈ കൊലപാതകം. ഇസ്മായിൽ ഹനിയ സ്ഥിരമായി ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെത്തുമ്പോൾ താമസിക്കുന്നത് ഈ ഗസ്റ്റ് ഹൗസിലാണ്. സമ്പന്നന്മാരുടെ വാസ സ്ഥലമാണ് ഈ മേഖല. ഇവിടെയുള്ള പടുകൂറ്റൻ ഗസ്റ്റ് ഹൗസിൽ, ഈ ഗസ്റ്റ് ഹൗസ് ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ വകയാണ്, അതായത് അവിടുത്തെ സൈന്യത്തിൻ്റെ വകയാണ്. അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു കെട്ടിടമാണ് ഇത്. കൂടാതെ ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യയോഗങ്ങൾ പലതും ചേരുന്നത് ഈ കെട്ടിടത്തിനുള്ളിൽ വെച്ചാണ്. ഇസ്മായിൽ ഹനിയ ടെഹ്റാനിലെത്തുമ്പോഴെല്ലാം തന്നെ താമസിക്കുന്ന ഈ ഗസ്റ്റ് ഹൗസിൽ സ്ഥിരമായി ഇയാൾക്കൊരു മുറിയുണ്ടായിരുന്നു എന്നുള്ള കാര്യം എങ്ങനെയോ മൊസാദെ മണത്തറിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. കൂടാതെ 2 മാസം മുമ്പ് തന്നെ ഈ മുറിക്കുള്ളിൽ ബോംബ് ഘടിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ ബോംബ് ഒളിപ്പിച്ച് വെച്ചിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ബോംബ് റിമോട്ട് സംവിധാനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ് എന്നും ഈ അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നാണ് ഈ ബോംബ് നിയന്ത്രിച്ചത് എന്നുള്ളത് ഇപ്പോഴും അറിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഇറാനിലെ ഒരു ആണവ ശാസ്ത്രജ്ഞനെ മൊസാദെ വധിച്ചത് ഇത്തരം ഒരു സംവിധാനത്തിലൂടെയാണ് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ഏതായാലും ഈ മരണവാർത്ത ഇറാനെ ഞെട്ടിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. രാത്രി 2 മണിയോടെയാണ് സ്ഫോടനം നടന്നത്. ഹനിയ ഉറങ്ങുകയായിരുന്നു. വലിയ സ്ഫോടന ശബ്ദം കേട്ട് അംഗരക്ഷകരും അവിടുത്തെ മെഡിക്കൽ ടീമും എല്ലാം ഓടിയെത്തിയപ്പോൾ കണ്ട കാഴ്ച ഇസ്മായിൽ ഹനിയ സ്ഫോടനത്തിൽ മരിച്ചു കിടക്കുന്നതാണ്. ഹനിയയുടെ അംഗരക്ഷകന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇയാൾക്ക് പ്രാഥമിക ചികിത്സ നൽകാൻ ശ്രമിച്ചുവെങ്കിലും അയാളും മരിക്കുകയായിരുന്നു. തുടർന്ന് ഉദ്യോഗസ്ഥന്മാർ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയെ വിളിച്ചുണർത്തി കാര്യങ്ങൾ അറിയിച്ചു. തുടർന്ന് ഖമേനിയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നത തല യോഗം ചേർന്നിട്ടാണ് ഇസ്രായേലിനോട് യുദ്ധം പ്രഖ്യാപിക്കാനൊക്കെ തന്നെ തീരുമാനിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ മൊസാദയെ സംബന്ധിച്ച് ഇത് അവരുടെ കൃത്യതയുടെ ഒരു നല്ല റിസൾട്ടാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. വർഷങ്ങൾക്ക് മുമ്പ് 1970കളുടെ ആദ്യം മോൺട്രിയോൾ ഒളിമ്പിക്സ് വേദിയിലേക്ക് എത്തി അവിടെ ഉണ്ടായിരുന്ന ഇസ്രായേൽ അത്ലറ്റുകളെ വധിച്ച പലസ്തീൻ ഭീകരവാദികളെ ഓരോരുത്തരെയായി പിന്തുടർന്ന് അവരെ മൊസാദെ വധിക്കുകയായിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങൾ. അതുപോലെ തുരങ്കത്തിനുള്ളിൽ ഒളിച്ചു കഴിയുകയായിരുന്ന ഹമാസിൻ്റെ സൈനിക വിഭാഗത്തിൻ്റെ തലവൻ മുഹമ്മദ് ദെയ്ഫിനെ അയാൾ തുരങ്കത്തിൽ നിന്ന് പുറത്തിറങ്ങി അടുത്ത സഹപ്രവർത്തകൻ്റെ വില്ലയിലേക്ക് എത്തുമ്പോഴേക്കും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവർ വധിച്ചിരുന്നു. ഏതായാലും ഇത്തരത്തിൽ മൊസാദ് നടത്തുന്ന അതീവ രഹസ്യപരമായ കാര്യങ്ങളൊക്കെ തന്നെ ലോകത്തെ പ്രതിരോധ മേഖലയെ തന്നെ അമ്പരപ്പിക്കുന്നതാണ്. ഹമാസ് തലവൻ കൊല്ലപ്പെട്ട ഗസ്റ്റ് ഹൗസിൽ എങ്ങനെയാണ് അവർക്ക് ബോംബ് ഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇന്നും മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. തീർച്ചയായും ആരുടെയെങ്കിലും സഹായം ഇറാനിൽ നിന്ന് ലഭിക്കാതെ അവർക്കൊരിക്കലും ഇത് അവിടെ ഒളിപ്പിച്ചു വയ്ക്കാൻ കഴിയുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. ഹനിയ ഉറങ്ങുന്ന മുറി പോലും ഓരോ തവണ എത്തുമ്പോഴും താമസിക്കുന്ന മുറി ഏതാണ് എന്ന് പോലും കണ്ടുപിടിക്കാനും കൃത്യമായി അവിടെ തന്നെ ബോംബ് വയ്ക്കാനും അയാളെ വധിക്കാനും കഴിഞ്ഞു എന്നുള്ളത് ഇസ്രായേലിനും ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദയ്ക്കും വലിയൊരു നേട്ടമാണ്. ഒപ്പം ഇറാനെ സംബന്ധിച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അവർക്ക് അവരുടെ പ്രസിഡന്റിനെ നഷ്ടപ്പെട്ടത്. ഒപ്പം ഇപ്പോൾ തങ്ങളുടെ അതിഥിയായി എത്തിയ, തങ്ങളുടെ ഏറ്റവും വിശിഷ്ടാതിഥി എന്ന് കണക്കാക്കുന്ന, അതീവ സുരക്ഷ നൽകി തങ്ങളുടെ പട്ടാളത്തിൻ്റെ ഗസ്റ്റ് ഹൗസ് താമസിച്ച അതിഥിയെപ്പോലും അയാളുടെ മുറിയിൽ കൊല്ലുക എന്ന് പറയുന്നത് അപമാനകരമായ കാര്യമായി മാറിയിരിക്കുന്നു. മാത്രവുമല്ല, ഇതിൻ്റെ തൊട്ടടുത്ത മുറിയിൽ താമസിച്ചിരുന്ന മറ്റൊരു പാലസ്തീൻ തീവ്രവാദ നേതാവിന് യാതൊരു പരുക്കും പറ്റിയിട്ടില്ല എന്നുള്ളത് ഇറാനെ അമ്പരപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു ആക്രമണമാണ് ഇവർ നടത്തിയത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഗവേഷണം ഒരുപക്ഷെ ഇറാൻ ഇനിയും തുടരാൻ തന്നെയാണ് സാധ്യത.